Hey dears, welcome back to my channel. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഈ ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ലോങ് വീഡിയോ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്, ഷോർട്സ് ആക്കാതെ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് സാധനമായ കപ്പയും ഞണ്ടും. ഇത് രണ്ടും വെച്ചിട്ട് ഞാനതൊരു കിട്ടിൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല, ഗ്യാസ് നമുക്ക് ഓണാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു കാൽ ഭാഗം കൂടി വേവാണ്. മുക്കാൽ വേവായിട്ടുള്ള കപ്പയാണ്. അപ്പോൾ ഞാൻ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുക്കാൽ വേവായിട്ടുള്ള കപ്പയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഐറ്റം ഞണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞണ്ടും കണവ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സുള്ള കുക്കിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് ഞാൻ ഞണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഞണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അത് വേറൊന്നുമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ചധികം കുഞ്ഞുള്ളി, ഇത് മൂന്നും, പിന്നെ 2 പച്ചമുളക്. ഈ 4 ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഐറ്റംസ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് സ്പൂൺ കൊണ്ടുവേണമെങ്കിൽ ഇടാം, പക്ഷെ എനിക്കിങ്ങനെ കൈ കൊണ്ട് ഇടുന്നതിൻ്റെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് ഞാനിത് കൈ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കുറച്ച് പെപ്പർ പൗഡറാണ്. ഫ്രഷ് പെപ്പർ ഉള്ളവർ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അത്രയും നല്ലതായിരിക്കും. ഇത് ഞാനിപ്പോൾ നേരത്തെ ഉള്ള പെപ്പർ പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. ദെൻ ഫൈനലി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം കപ്പ പുഴുങ്ങിയപ്പോൾ ഉപ്പിടാതെയാണ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പം ആദ്യം ഉപ്പ് ഇടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ടു. അപ്പോൾ കഴിഞ്ഞു, ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് നമ്മളിനി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ സാധനം സെറ്റാവും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഇത്ര നേരം ഗ്യാസ് ഓണാക്കി. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇളക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് കുക്കാവട്ടെ. കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇളക്കാം. അപ്പോഴത്തേക്കും ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ക്രാബും കപ്പയൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി വെള്ളം മുഴുവൻ വറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഞാനിത് എടുത്തിട്ടുണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഭയങ്കര നമ്മുടെ ഈ കപ്പയിലോട്ട് ഈ ക്രാബിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പി. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ.